ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ജനുവരി 1 PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സിൻ്റെ 3ാമത്തെ പാർട്ടാണ്. അപ്പോൾ പാർട്ട് 2 നമ്മൾ കുറച്ച് പുസ്തകങ്ങളും അതിൻ്റെ രചയിതാക്കളെയും കുറിച്ച് പഠിച്ചിരുന്നു. അതൊന്ന് കുറച്ച് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ആദ്യത്തെ നോവൽ പറയുന്നത് ഇടശ്ശേരിക്കാർ എന്ന പുസ്തകം എഴുതിയത് KP രാമനുണ്ണിയാണ്. ഇടശ്ശേരിക്കാർ എന്ന പുസ്തകം എഴുതിയത് KP രാമനുണ്ണി. T പത്മനാഭൻ എഴുതിയ ചെറുകഥകളാണ് ഗാസയിലെ കുട്ടികൾ, പിന്നെ കരുവന്നൂർ. അപ്പോൾ കരുവന്നൂർ, ഗാസയിലെ കുട്ടികൾ ചെറുകഥകളാണ്, അത് എഴുതിയത് T പത്മനാഭൻ. KR മീരയുടെ നോവലാണ് കലാച്ചി. KR മീര എഴുതിയ നോവലാണ് കലാച്ചി. അടുത്തത് ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന നോവൽ എഴുതിയത് M മുകുന്ദൻ എഴുതിയ നോവലിൻ്റെ പേരാണ് ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം. അടുത്തത് ബെന്യാമിൻ എഴുതിയ നോവലിൻ്റെ പേരാണ് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ. അപ്പോൾ മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന നോവൽ എഴുതിയത് ബെന്യാമിനാണ്. ഇനി നമുക്ക് പുതിയ കാര്യങ്ങൾ നോക്കാം. ആദ്യം കണ്ണൂർ ജില്ലയെക്കുറിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ശുചിത്വം, സൗന്ദര്യവൽക്കരണം എന്നിവയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി മാറിയ റെയിൽവേ സ്റ്റേഷനാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. അത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷനായി മാറിയത് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ്, കണ്ണൂർ ജില്ലയിലാണ്. എന്തൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ്? മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ശുചിത്വം, സൗന്ദര്യവൽക്കരണം എന്നിവയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി മാറിയതാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിറ്റി ക്യാൻസർ നിയന്ത്രണ പദ്ധതിയാണ് ക്യാൻസർ രഹിത കണ്ണപുരം. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലാണ്. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കമ്മ്യൂണിറ്റി ക്യാൻസർ നിയന്ത്രണ പദ്ധതിയാണ് ക്യാൻസർ രഹിത കണ്ണപുരം. ജലലഭ്യത, ഉപയോഗം, ഭാവി ആസൂത്രണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകരിച്ച് സമഗ്രമായ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. അപ്പോൾ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല കണ്ണൂരാണ്. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ ജില്ലയിലാണ്. ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂരാണ്. അപ്പോൾ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാവുന്ന ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാവുന്ന ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. മേഘാലയയിൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ കണ്ണൂർ സ്വദേശിയായ IAS ഓഫീസറാണ് ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. അപ്പോൾ മേഘാലയയിലെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്, കണ്ണൂർ സ്വദേശിനിയാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത സഫ്രീന ലത്തീഫ്, കണ്ണൂർ സ്വദേശിനിയാണ്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാവുന്ന ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇൻ്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ലഭിച്ച കേരളത്തിലെ ബീച്ചുകളാണ് കാപ്പാട് ബീച്ചും ചാൽ ബീച്ചും. കാപ്പാട് ബീച്ച് കോഴിക്കോട് ജില്ലയിലും ചാൽ ബീച്ച് കണ്ണൂർ ജില്ലയിലെ അഴീക്കോടിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2025 ഇൻ്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ചുകളാണ് കാപ്പാട് ബീച്ച് കോഴിക്കോട് ജില്ലയിൽ, ചാൽ ബീച്ച് കണ്ണൂർ ജില്ലയിലെ അഴീക്കോടിൽ. ഇൻ്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയൺമെൻ്റൽ എഡ്യൂക്കേഷൻ എന്ന സംഘടനയുടെ ആസ്ഥാനം ഡെൻമാർക്ക്. ഇൻ്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്ന സംഘടനയുടെ പേരാണ് ഫൗണ്ടേഷൻ ഫോർ എൻവയൺമെൻ്റൽ എഡ്യൂക്കേഷൻ. അതിൻ്റെ ആസ്ഥാനം ഡെൻമാർക്കാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം 600.15 കിലോമീറ്റർ.
കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 600.15 കിലോമീറ്റർ. കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ 2ാം സ്ഥാനത്തെത്തിയത് പിണറായി വിജയൻ. 1ാം സ്ഥാനത്ത് ഇ.കെ. നായനാറാണ്. കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ 2ാം സ്ഥാനത്തെത്തിയതാണ് പിണറായി വിജയൻ. 1ാം സ്ഥാനത്ത് ഇ.കെ. നായനാർ. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പരിസരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനുമായി നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമാണ് ശുചിത്വ ഐ. അപ്പോൾ ശുചിത്വ ഐ എവിടെ നടപ്പാക്കിയ സംവിധാനമാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പരിസരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനുമായി നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമാണ് ശുചിത്വ ഐ. കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ യാത്രയിലെ മലയാളി സാന്നിധ്യമാണ് ജി. ഹരികൃഷ്ണൻ. അപ്പോൾ ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയുടെ മലയാളി സാന്നിധ്യമാണ് ജി. ഹരികൃഷ്ണൻ. സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ ആഴത്തിൽ മനുഷ്യരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യൻ നിർമ്മിത പേടകം മത്സ്യ 6000. സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ ആഴത്തിൽ മനുഷ്യരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മത്സ്യ 6000. കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിൻ്റെ 2020-25 മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത് ഇരവികുളം ദേശീയോദ്യാനം. അപ്പോൾ 2020-25 മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത് ഇരവികുളം ദേശീയോദ്യാനമാണ്. അടുത്തത് കുടുംബശ്രീയുടെ കുറച്ച് പദ്ധതികളാണ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരത്താണ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് ഇത് സംഘടിപ്പിച്ചത്. വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് വേനൽ മധുരം. അപ്പോൾ വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് വേനൽ മധുരം. നമ്മളിപ്പോൾ ഇന്നലെ ഒരു തണ്ണിമത്തനെ കുറിച്ചൊരു ഫാക്റ്റ് പഠിച്ചിരുന്നു. ഷോണിമ എന്ന ഒരു തണ്ണിമത്തൻ, അതെന്തായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ വിത്തില്ലാത്ത തണ്ണിമത്തൻ ഇനമാണ് ഷോണിമ. അത് വികസിപ്പിച്ചത് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയാണ്. ഇത് വേനൽ മധുരം കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് വേനൽ മധുരം. കുടുംബശ്രീയുടെ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല വയനാട്. കുടുംബശ്രീയുടെ 6ാമത് സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൻ്റെ പേര് തില്ലാന എന്നാണ്. അതിൽ കിരീടം നേടിയ ജില്ല വയനാടാണ്. ഇതിൻ്റെ വേദി കൊല്ലമായിരുന്നു. പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഈ മേഖലയിൽ പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനും കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ-ടിക്. പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഈ മേഖലയിൽ പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനുമുള്ള കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി കെ-ടിക്. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം കെ-ടാപ്പ്. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ-ടാപ്പ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം.
സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ജൻഗൽസ. ജൻഗൽസ എന്നതിൻ്റെ അർത്ഥം ജനങ്ങളുടെ ഉത്സവം എന്നാണ്. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ജൻഗൽസ. ജൻഗൽസ എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഉത്സവം എന്നാണ് അർത്ഥം. സംസ്ഥാനത്തെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ. സംസ്ഥാനത്തെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ.